സാരിയൊക്കെ കൊടുത്തിട്ട് എന്തെങ്കിലും ഫംഗ്ഷനോ വെഡിങ്ങിനോ എന്താന്ന് വെച്ചാൽ പോകുമ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു മേക്കപ്പ് ലുക്ക് കാണിച്ചു തരാം. നിങ്ങൾ എന്തായാലും ഒരു ബിഗിനറൊക്കെ ആണെങ്കിൽ എന്തായാലും ഈ ഒരു ലുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് നമ്മുടെ മേക്കപ്പ് ലുക്കിലേക്ക് പോവാം. സോ ഞാനാണെങ്കിൽ ആദ്യം തന്നെ ഒരു പ്രൈമർ അപ്ലൈ ചെയ്യും. കാരണം മേക്കപ്പ് കുറേ നേരം ലാസ്റ്റ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും പ്രൈമർ അപ്ലൈ ചെയ്യുക. ഡെയിലി ഒന്നും അപ്ലൈ ചെയ്യണ്ട, പക്ഷേ ഇങ്ങനൊരു ഹെവി മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോൾ പ്രൈമർ ഞാൻ എന്തായാലും അപ്ലൈ ചെയ്യും. നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് പയ്യെ സമയം എടുത്ത് ഒരുങ്ങിയാൽ മതി. പെട്ടെന്ന് നമ്മൾ തിരക്കിട്ടൊക്കെ ഒരുങ്ങിക്കഴിഞ്ഞാൽ ഒന്നും ശരിയാകത്തില്ല. പയ്യെ പ്രൈമർ അപ്ലൈ ചെയ്ത് അത് ഇങ്ങനെ അബ്സോർബ് ആയതിനു ശേഷം പ്രൈമർ അപ്ലൈ ചെയ്തതിന് ശേഷം ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഞാൻ എല്ലാ പ്രോഡക്റ്റിൻ്റെ ലിങ്ക്സും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാവേ. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ തെറ്റിപ്പോവും. ചിലപ്പോൾ ഷെയ്ഡ്സ് ഒന്നും ഞാൻ പറയത്തില്ല, ചിലപ്പോൾ തെറ്റിച്ചൊക്കെ പറയും. ഇപ്പോൾ ഐബ്രോസ് ഇങ്ങനെ നന്നായിട്ടങ്ങ് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ബാക്കിൽ തന്നെ ഉള്ള ഈ ഒരു ബ്രഷ് കൊണ്ട് എന്നിട്ടത് ഇങ്ങനെ കോംബ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ഈ ഫങ്ഷൻസിനൊക്കെ പോകുമ്പോഴത്തേക്കും എന്തായാലും പയ്യെ സമാധാനത്തിൽ ഒരുങ്ങാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ എല്ലാം കൂടെ നമ്മൾ ചളമാക്കി കളയും. അപ്പോൾ ഇങ്ങനെ പയ്യെ ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കുക. സോ ഐബ്രോസ് ഫില്ല് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ബ്രൗൺ കളർ ചൂസ് ചെയ്യണേ. ബ്ലാക്ക് വെച്ചിട്ട് ഫില്ല് ചെയ്യലും അത് ഭയങ്കര വൃത്തികേടാവും. ബ്രൗൺ, അത് ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ്. സോ ഐബ്രോസ് ഫില്ല് ചെയ്തെടുത്തു. രണ്ട് ഐബ്രോസും രണ്ടായിട്ടേ വരൂ, കറക്റ്റായിട്ട് സെയിം ആയിട്ട് ഒരിക്കലും വരത്തില്ല. അതിനുശേഷം എനിക്ക് ഈ ഒരു ഡാർക്ക് സർക്കിൾസ് ഉണ്ട്, പിന്നെ ഇവിടെയൊക്കെ ഇങ്ങനെ പിഗ്മെൻറ്റേഷൻ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഒരു കൺസീലർ യൂസ് ചെയ്യും. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ പിഗ്മെൻറ്റേഷനും ഡാർക്ക് സർക്കിൾസും ഒന്നും ഇല്ലെങ്കിൽ ശരിക്കും ഇതിൻ്റെ ആവശ്യമില്ല. എനിക്ക് നശിച്ചു. ഓക്കെ, എനിക്കിങ്ങനെ ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ കൺസീലർ യൂസ് ചെയ്യുന്നത്. അതിങ്ങനെ ഇവിടെ അപ്ലൈ ചെയ്തിട്ട് ഓക്കെ, അത്യാവശ്യം നല്ല എമൗണ്ട് തന്നെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് എൻ്റെ കൈ കൊണ്ട് ഇതിങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെച്ച് കൊടുക്കുകയാണ്. ഞാൻ ബ്ലെൻഡ് ചെയ്യുന്നില്ല, കൈ കൊണ്ട് ഇത് മൊത്തത്തിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടെയും ഇങ്ങനെ ഒന്ന്, ഇപ്പം എന്നെ കണ്ട കോമഡി ആയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെച്ച് കൊടുക്കുക. ബ്ലെൻഡ് ചെയ്യണ്ട, ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് സ്പ്രെഡ് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി. ഓക്കെ, എന്നിട്ട് അത് ബ്ലെൻഡ് ചെയ്യണ്ട. എനിക്കെൻ്റെ മുഖത്തോട്ട് നോക്കാൻ കഴിയും. ഒരു ഫൗണ്ടേഷൻ എടുക്കുക. ഫൗണ്ടേഷൻ കുറച്ച് എമൗണ്ട് എടുത്താൽ മതി. കുറച്ചിങ്ങനെ ഫേസിൽ, ഇത് രണ്ടും സെയിം കളർ ഷെയ്ഡാണ്, ഫേസിൽ ഇങ്ങനെ കുറച്ചൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. കുറേ ഒന്നും എടുത്തിട്ടില്ല, കുറച്ച് എമൗണ്ട് എടുത്തിട്ടുള്ളൂ. അതിങ്ങനെ ഇവിടെയൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യാം, കുറച്ച് തിരി. എന്നിട്ട് ഒരു ഫൗണ്ടേഷൻ ബ്രഷ് എടുക്കുക. അതിലേക്ക് ഒരു സെറ്റിംഗ് സ്പ്രേ എടുത്ത് ഈ ഫൗണ്ടേഷൻ ബ്രഷിലോട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ സ്പ്രേ ചെയ്തെടുത്തിട്ട് ആ ബ്രഷ് കൊണ്ട് ഈ ഒരു ഫൗണ്ടേഷൻ അങ്ങ് ബ്ലെൻഡ് ചെയ്യുക. ഫൗണ്ടേഷൻ മാത്രം, കൺസീലർ ബ്ലെൻഡ് ചെയ്യാണ്ട്. ഇപ്പം ഫൗണ്ടേഷൻ മാത്രം അങ്ങ് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഫൗണ്ടേഷൻ നമ്മളധികം അങ്ങനെ അപ്ലൈ ചെയ്തിട്ടില്ല, ബട്ട് അപ്ലൈ ചെയ്തത് അങ്ങ് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഓക്കെ, ഫൗണ്ടേഷൻ ജസ്റ്റ് ആ ഒരു ഒരുപാടൊന്നും ഡാർക്ക് സ്പോട്ട്സ് കൺസീൽ ചെയ്യുന്ന രീതിക്കൊന്നും ഞാൻ, അതായത് എനിക്ക് ഇവിടുത്തെ പിമ്പിൾസിൻ്റെ മാർക്സ് ഒക്കെ ചെറുതായിട്ടുണ്ട്, അതൊന്നും അങ്ങ് കൺസീൽ ചെയ്തെടുക്കുന്ന രീതിക്കൊന്നും ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ല. കുറച്ച് എമൗണ്ടേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. കാരണം അതും കൂടെ ഒന്ന് കൺസീൽ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഫുൾ ഇങ്ങനെ പെയിൻ്റ് അടിച്ച് വെച്ച പോലെ ആവും ഫേസ്. ഓക്കെ, നമ്മളിങ്ങനെ ചെയ്ത് എന്തിനാന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ഈ കൺസീലർ ഇവിടെ ഇരുന്നിട്ട് അങ്ങ് സെറ്റാവും. അപ്പോഴും നമുക്ക് കുറച്ചും കൂടി നല്ല കവറേജ് കിട്ടും. ഇത്രയും പ്രോഡക്റ്റ്സ് മാത്രം മതി, നന്നായിട്ടൊരു കവറേജ് കിട്ടും. അപ്പോൾ ഇപ്പോൾ ഈ കൺസീലർ അങ്ങ് സെറ്റായിട്ടുണ്ട്. ഒരു 1 മിനിറ്റെങ്കിലും അവിടെ ഇരുന്നിട്ടുണ്ടാവുമല്ലോ. ഇനി നമുക്ക് കൺസീലർ ബ്ലെൻഡ് ചെയ്യാം. ഫൗണ്ടേഷൻ ബ്ലെൻഡ് ചെയ്ത ബ്രഷ് വെച്ചാണെങ്കിലും ബ്ലെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇനി കൺസീലറിന് സെപ്പറേറ്റ് ബ്രഷ് എടുക്കാം. ഞാൻ ഫൗണ്ടേഷൻ ബ്ലെൻഡ് ചെയ്ത ബ്രഷ് കൊണ്ട് തന്നെ കൺസീലർ അങ്ങ് ബ്ലെൻഡ് ചെയ്യാം. ശരിക്കും ഈ ഒരു കൺസീലർ മാത്രം മതി. പിന്നെ ഒരു ഫൗണ്ടേഷനും കൂടെ ഞാൻ അപ്ലൈ ചെയ്തന്നേ ഉള്ളൂ, ഫേസ് ഫുൾ ആ ഒരു നല്ലൊരു ഈവൻ ടോൺ ഫീൽ കിട്ടാൻ വേണ്ടി. ഇപ്പം നമുക്ക് ആ ഒരു നല്ലൊരു കവറേജ് കിട്ടിയിട്ടുണ്ട്. അതായത് അധികം പ്രോഡക്റ്റ് ഒന്നും വാരി വലിച്ച് ഫേസിലിടാണ്ട് തന്നെ ആ ഒരു കവറേജ് കിട്ടി. പിന്നെ ശ്രദ്ധിക്കുക, ഫേസിൽ എന്ത് അപ്ലൈ ചെയ്താലും അതിങ്ങനെ നെക്കിലേക്കും കൂടെ
അപ്ലൈ ചെയ്യാം. നമുക്ക് ഈ ഒരു വിസിബിൾ ആയിട്ടുള്ള പോർഷനിലേക്കും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഫേസ് ഒരു കളറും ഇങ്ങോട്ടേക്കൊക്കെ വേറൊരു കളറുമായിട്ടിരിക്കും. ഓക്കെ, ഇപ്പം നമ്മൾ കൺസീലർ അപ്ലൈ ചെയ്തു. ഇനി നിങ്ങൾക്ക് നല്ല ഓയിലി സ്കിന്നൊക്കെ ആണ്, നിങ്ങൾക്ക് പെട്ടെന്ന് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യും എന്നൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു കൺസീലർ അപ്ലൈ ചെയ്ത പോർഷൻസിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഓയിലി ആവും എന്ന് തോന്നുന്ന പോർഷൻസിൽ നമുക്കൊന്ന് ലൈറ്റായിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിനൊരു കോമ്പാക്ട് പൗഡർ എടുത്തിട്ട്, സ്പഞ്ചിലല്ല ബ്രഷിൽ തന്നെ പ്രോഡക്റ്റ് എടുത്തിട്ട് ഞാനിങ്ങനെ എനിക്ക് ഓയിലി ആകും എന്ന് തോന്നുന്ന പോർഷൻസിൽ ഇങ്ങനെ ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണേ. ഒരുപാടൊന്നും എടുത്തില്ല, ബ്രഷിൽ തന്നെ എടുത്ത് ജസ്റ്റ് ഇങ്ങനെ ഡസ്റ്റ് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് ഐ ഷാഡോ അപ്ലൈ ചെയ്ത് കൊടുക്കാം. കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല, സിമ്പിളായിട്ടുള്ളൊരു ഐ ഷാഡോ എന്തായാലും അപ്ലൈ ചെയ്യണം. അല്ലെങ്കിൽ നോക്കി നമ്മുടെ ഫേസ് ഇപ്പോൾ ഒരു നിറമായിട്ടിരിക്കുക, മൊത്തം കൺസീൽ ചെയ്ത് ഫൗണ്ടേഷനൊക്കെ അപ്ലൈ ചെയ്ത്. അപ്പോൾ ഇതിന് ഇനി കളർ കൊടുത്തില്ലെങ്കിൽ ഒട്ടും ഭംഗി ഉണ്ടാകത്തില്ല, ഭയങ്കര വൃത്തികേടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഐ ഷാഡോ അപ്ലൈ ചെയ്യണം. നിങ്ങളുടെ കയ്യിലുള്ളത് ഏത് ഐ ഷാഡോ ആണോ അത് തന്നെ അപ്ലൈ ചെയ്യാം. ഞാൻ ഈ ഒരു ഷെയ്ഡ്, ഒരു ബ്രൗൺ, ഒരു റസ്റ്റഡ് ഓറഞ്ച് അല്ലെ അങ്ങനത്തെ ഒരു ഷെയ്ഡ്, ആ ഒരു ഷെയ്ഡ് എടുക്കുകയാണ്. ഇതിനകത്ത് തന്നെ ഗ്ലിറ്റേഴ്സും ഉണ്ട്. ഇത് സ്വിസ്ബിയുടെ ഐ ഷാഡോ പാലറ്റാണ്, ഇതിൽ തന്നെ ഗ്ലിറ്റേഴ്സും ഉണ്ട്. അപ്പോൾ ആ ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ ഇങ്ങനെ ഹൈലൈറ്റ്സിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ മൊത്തത്തിൽ അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ബ്രഷിൽ തന്നെ എടുക്കണം എന്നൊന്നുമില്ല, നിങ്ങൾക്ക് കൈ കൊണ്ട് വേണമെങ്കിൽ എടുത്ത് അപ്ലൈ ചെയ്യാം. മൊത്തത്തിൽ നമ്മൾ ആ ഒരു ഷെയ്ഡ് അങ്ങ് അപ്ലൈ ചെയ്തു. ഇനി ഈ ബ്രഷിൽ തന്നെ കുറച്ച് പ്രോഡക്റ്റും കൂടെ കാണുമല്ലോ, അത് ഇങ്ങനെ താഴേക്കും കൂടെ ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്തെടുക്കുക. സെയിം ഈ സൈഡിലും ആ സെയിം ഷെയ്ഡ് എടുത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഒരു കളറൊക്കെ തോന്നുന്നല്ലേ ഫേസിന്. ഇനി നിങ്ങളുടെ ഈ ഒരു ഐ ഷാഡോ പാലറ്റിൽ ഗ്ലിറ്റർ ഷെയ്ഡ്സ് എന്തായാലും ഉണ്ടാവാൻ ചാൻസ് ഉണ്ടല്ലോ. അപ്പോൾ ഗ്ലിറ്റർ ഷെയ്ഡ്സ് ഉണ്ടെങ്കിൽ ആ ഒരു ഗ്ലിറ്റർ ഷെയ്ഡ് എടുത്തിട്ട് ഈ ഒരു ഇങ്ങനൊരു സ്റ്റാർട്ടിങ്ങിലായിട്ട് കുറച്ചൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. സെയിം ഇവിടെയും ഇങ്ങനെ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഐസിന് ആ ഒരു പെട്ടെന്ന് ഒരു നമ്മൾ ഐസ് കുറച്ച് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും, ഒരു അട്രാക്ഷൻ കിട്ടും ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഗ്ലിറ്റർ ഷെയ്ഡ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ഇനി നമുക്ക് മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കണം. സോ മസ്കാര അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ലാഷസ് ഒന്ന് തിക്കറായിട്ട് തോന്നിക്കാൻ വേണ്ടിയിട്ട് ഒരു കാജൽ എടുക്കുക, ഈ ഒരു ലാഷ് ലൈനിനോട് ചേർന്നൊന്ന് വരച്ചു കൊടുക്കുക. കണ്ടോ, ലൈറ്റായിട്ട് വരച്ചു കൊടുക്കുക, എന്നിട്ട് അതൊന്ന് സ്മഡ്ജ് ചെയ്തെടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ 2 ബെനിഫിറ്റ്സ് ഉണ്ട്. ഒന്ന്, നമ്മുടെ ലാഷസിന് ഒരു തിക്കർ ഫീൽ കിട്ടും. ഇനി നമ്മൾ മസ്കാര അപ്ലൈ ചെയ്യുമ്പോൾ ലാഷസിന് ഒരു തിക്കർ ഫീൽ കിട്ടും. പിന്നെ ഒരു സിമ്പിൾ ഒരു സ്മോക്കി ഐ ലുക്ക് പോലെയും ഫീൽ ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് വേണ്ടത് നമ്മുടെ ഈ ഐസിനൊരു ഷേപ്പ് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ലൈനർ എടുത്തിട്ട് നമുക്കിങ്ങനെ ചെറുതായിട്ടൊന്ന് വാലിട്ട് കൊടുക്കാം. ലൈറ്റായിട്ട് ചെറുതായിട്ട് ഒരു വാലിട്ടു. ഇവിടെയും കൂടെ ഈ ഒരു പോർഷൻ കൂടെ നമുക്കൊന്ന് ഇങ്ങനൊന്ന് വരച്ചു കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഐസിന് ആ ഒരു ഷേപ്പ് കിട്ടും. കണ്ടോ, ഐസ് ഇങ്ങനെ കറക്റ്റ് ഷേപ്പിന് പോകും. അതുപോലെ തന്നെ ഇവിടെയും ചെയ്ത് കൊടുക്കും. ഞാൻ എപ്പോൾ ഇങ്ങനെ വാലിട്ടാലും 2 സൈഡും സെയിമായിട്ട് വരത്തില്ല. ശരിക്കും ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും നമ്മുടെ ഫേസിൽ ഇത് അത്രയും മാറ്റങ്ങൾ കൊണ്ടുവരും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ. ഇനി കാജൽ എഴുതാൻ ഇഷ്ടമാണെങ്കിൽ മാത്രം ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇവിടം വെച്ച് നിർത്താം. കാജൽ എഴുതാനായിട്ട് ഇഷ്ടമുള്ള സമയമാണെങ്കിൽ കാജൽ എടുത്തിട്ട് ഇവിടം വരെ എഴുതാവും. ഇങ്ങനെ ഇവിടം വെച്ച് നിർത്തണം, ഇവിടം വരെ എഴുതി കൊടുക്കുക. ഇങ്ങനെ ഈ ഒരു എൻസിൽ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് ഇങ്ങനെ എഴുതി കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഐസ് നല്ല ബിഗ്ഗറായിട്ട് തോന്നിക്കും, നല്ല ഇങ്ങനെ ഓപ്പൺ ആയിട്ടിരിക്കുന്ന പോലെ. കണ്ടോ, അതുപോലെ ഇവിടെ ചെയ്യാം. ഇനി നമ്മുടെ ഈ ഒരു ഐ മേക്കപ്പ് അങ്ങ് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് മസ്കാര കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. മസ്കാര ഇങ്ങനെ അപ്ലൈ ചെയ്യുക. അപ്പോൾ നന്നായിട്ട് ലാഷസ് നന്നായിട്ട് വിടർന്ന് നിൽക്കും. താഴെ കൂടെ അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഐ മേക്കപ്പ് ഇസ് കംപ്ലീറ്റ്. ഇനി നമുക്ക് ബ്ലഷ് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ബ്ലഷ് അപ്ലൈ ചെയ്യാത്തവർ എന്തായാലും ബ്ലഷ് അപ്ലൈ ചെയ്യണം. കാരണം ഞാൻ പറഞ്ഞ പോലെ ഫൗണ്ടേഷനൊക്കെ ഇട്ട് മുഖം മൊത്തം സെയിം കളറായിട്ടിരിക്കുകയാണ്. അപ്പോൾ മുഖത്തിന് കുറച്ച് ഭംഗി കിട്ടണമെങ്കിൽ ബ്ലഷ് എന്തായാലും അപ്ലൈ ചെയ്ത് കൊടുക്കുക.
നല്ല രസമായിരിക്കും. സോ ബ്ലഷ് അപ്ലൈ ചെയ്യുന്നതിനും ഒരു ട്രിക്കുണ്ട്. ഫസ്റ്റ് ബ്ലഷ് എടുക്കുക. ബ്ലഷ് എടുത്ത് ഇങ്ങനെ നിങ്ങൾക്ക് എവിടെയാണോ എങ്ങനെയാണോ നിങ്ങൾ ബ്ലഷ് അപ്ലൈ ചെയ്യുന്നത്, ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ചീക്സ് ഇവിടുന്ന് ഇങ്ങനെ അപ്ലൈ ചെയ്യാൻ ഇഷ്ടമാണ്, ചിലപ്പോൾ എന്തായാലും ഇവിടെ മാത്രം അപ്ലൈ ചെയ്യാൻ ഇഷ്ടമാണ്. ഞാൻ എന്തായാലും ഇവിടെ മാത്രം ഇങ്ങനെ ബ്ലഷ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് രണ്ട് സൈഡിലും അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ കൂടെ ഒരു സ്ട്രോപ്പ് ക്രീമും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കും. അപ്ലൈ ചെയ്തിട്ട് ഇത് രണ്ടും കൂടെ ഞാൻ മിക്സ് ചെയ്തെടുക്കും. സോ ബ്ലഷിനും സ്ട്രോപ്പ് ക്രീമിനും എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഇത് രണ്ട് ഈ ഒരു എൻവൈബയുടെ ഒരു സ്ട്രോപ്പ് ക്രീം ആണെങ്കിലും എൻവൈബയുടെ തന്നെ ബ്ലഷാണ്. ഭയങ്കര അഫോർഡബിൾ റേഞ്ചിലുള്ള സൂപ്പർ പ്രോഡക്റ്റ്സ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ അപ്ലൈ ചെയ്തിട്ട് ഒന്നുകിൽ കൈ കൊണ്ട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം, കൈ കൊണ്ട് മിക്സ് ചെയ്തങ്ങ് അപ്ലൈ ചെയ്യാം. എന്നിട്ട് ബ്രഷ് എടുത്തിട്ട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അതിങ്ങനെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എൻ്റെ കയ്യിലിരുന്ന ബാക്കി ഞാൻ എൻ്റെ നോസിലും കൂടെ അപ്ലൈ ചെയ്തു. എനിക്ക് ബ്ലഷ് അപ്ലൈ ചെയ്യാൻ ഇഷ്ടമാണ്, പക്ഷെ ഞാൻ ഒരുപാട് അപ്ലൈ ചെയ്യത്തില്ല. അപ്പോൾ എനിക്ക് കൂടിപ്പോയാൻ തോന്നുവാണെങ്കിൽ ഞാൻ ഫൗണ്ടേഷൻ ബ്രഷ് എടുത്തിട്ട് അതിങ്ങനെ അങ്ങ് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ എൻ്റെ ആ ഒരു കറക്റ്റ് എനിക്ക് ആവശ്യത്തിന് ഉള്ള ബ്ലഷ് തന്നെ ആവും. ഞാൻ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ മൊത്തത്തിൽ അപ്ലൈ ചെയ്തേ. ഇതും അതുപോലെ തന്നെ കൈകൊണ്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ഈ ഫൗണ്ടേഷൻ ബ്രഷ് കൊണ്ട് തന്നെ അങ്ങ് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇവിടേക്ക് അപ്ലൈ ചെയ്യാവേ. ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ഭംഗിയാണ്, ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നും കാണാനായിട്ട്. ഇനി കംപ്ലീറ്റായി ഇത്രയേ ഉള്ളൂ, ഫുള്ളായി. ഇനി നമുക്ക് ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ കുറച്ച് ലിപ് ബാം അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ഞാനൊന്ന് വൈപ്പ് ചെയ്തോടെ. ഓക്കെ, ലിപ്സ്റ്റിക്ക് ആണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷെയ്ഡ് അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് ഭയങ്കര ലൈറ്റായിട്ട് അപ്ലൈ ചെയ്യാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ അപ്ലൈ ചെയ്യാം. ഞാൻ ഇങ്ങനത്തെ ഒരു ഷെയ്ഡ് എടുത്ത്, ഒരു സാരിക്ക് മാച്ചിങ് പോലത്തെ ഒരു ഷെയ്ഡ്, നല്ല ബ്രൈറ്റ് ആൻഡ് ബോൾഡ് ഷെയ്ഡാണ്. എനിക്കിന്ന് ഇത് അപ്ലൈ ചെയ്യാൻ തോന്നി, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് അപ്ലൈ ചെയ്യുന്നു. ഇതിങ്ങനെ അപ്ലൈ ചെയ്തിട്ട് ഈ എൻസ് ഞാൻ ഇങ്ങനെ സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ കൈ കൊണ്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, ഇത്രയാണ്. അപ്പോൾ ആ ഒരു എനിക്കെന്തോ അങ്ങനെ ചെയ്യുന്നത് ഇഷ്ടം. അങ്ങനെ കറക്റ്റ് എഴുതി വെക്കുന്നതിലും എഴുതി കഴിഞ്ഞിട്ട് ഇങ്ങനെ എൻസ് ഇങ്ങനെ സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്നത് എനിക്കിഷ്ടം. ലാസ്റ്റ് ഒരു സ്റ്റെപ്പും കൂടെ ഉണ്ട്. ഞാൻ ഒരു സെറ്റിംഗ് സ്പ്രേ അടിക്കും. ഞാൻ ആദ്യം യൂസ് ചെയ്ത ഫേസസിൻ്റെ സെറ്റിംഗ് സ്പ്രേ ആണ്, നമ്മൾ ആ ഒരു ബ്രഷിൽ. ഇത് എൻ്റെ ഫേവറേറ്റ് ആണ്, ഉപയോഗിച്ച് ഞാൻ ക്യാപ്പൊക്കെ കൊണ്ട് കളഞ്ഞൊരു സെറ്റിംഗ് സ്പ്രേ ആണ്. സോ അതാണ് ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്തത്. പക്ഷെ ലാസ്റ്റ് യൂസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു സെറ്റിംഗ് സ്പ്രേ ആണ്. ഇത് സ്വിസ് ബ്യൂട്ടിയുടെ ഹൈ ഓൺ ഗ്ലോ എന്ന് പറഞ്ഞിട്ടുള്ള സെറ്റിംഗ് സ്പ്രേ. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിനകത്ത് ഗ്ലിറ്റർ പാർട്ടിക്കിൾസ് ഉണ്ട്. അപ്പം നമ്മൾ സെപ്പറേറ്റ് ഹൈലൈറ്ററൊന്നും നമ്മളിങ്ങനെ യൂസ് ചെയ്തില്ലല്ലോ. അപ്പോൾ ഇനി ലാസ്റ്റ് ഈ ഒരു സെറ്റിംഗ് സ്പ്രേ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ ബ്രഷ് എടുത്തൊന്നിങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കാമേ. ഈ സെറ്റിംഗ് സ്പ്രേ എന്തിനാണ് ഞാൻ അടിച്ചതെന്ന് വെച്ചാൽ ഇതിനകത്ത് ശരിക്കും ആ ഒരു ഗ്ലിറ്റർ പാർട്ടിക്കിൾസ് ഉണ്ട്, കാണാം. അപ്പോൾ എനിക്കിത് ഇഷ്ടമാണ്. ഇത് സ്പ്രേ ചെയ്ത് കഴിയുമ്പോൾ ഫേസിന് ആ ഒരു ഗ്ലിറ്റേഴ്സ് ഫേസിൽ വരും. പക്ഷെ ഞാനിതിൻ്റെ റിവ്യൂ കണ്ടപ്പോൾ പലരും ഇത് കൊള്ളില്ല എന്നാണ് പറഞ്ഞത്, ഭയങ്കര ഗ്ലിറ്ററി ഫീലായിട്ട് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഞാനിത് കുറച്ച് പ്രോഡക്റ്റ് സ്പ്രേ ചെയ്യാറുള്ളൂ, ഞാൻ ഇപ്പോഴും കുറച്ചേ സ്പ്രേ ചെയ്തുള്ളൂ. അങ്ങനെ സ്പ്രേ ചെയ്താൽ ഇത് കറക്റ്റാണ്, ആ ഒരു കറക്റ്റ് ഒരു ഗ്ലോയി ലുക്ക് തരും. കറക്റ്റ് ഒരു ഗ്ലിറ്റർ പാർട്ടിക്കിൾസ് മാത്രമേ ഫേസിലുണ്ടാവൂ. ഒരുപാട് പ്രോഡക്ട്സ് ഒന്നും യൂസ് ചെയ്തില്ല, കുറച്ച് പ്രോഡക്ട്സ് മാത്രം യൂസ് ചെയ്തെങ്കിലും ഭയങ്കര നന്നായിട്ട് തന്നെ മേക്കപ്പ് വന്നിട്ടുണ്ട്. ഓക്കെ, ആ ഐ മേക്കപ്പ് ആണെങ്കിലും നല്ല ഭംഗിയുണ്ട്, ഐസിന് നല്ലൊരു ഷേപ്പൊക്കെ തോന്നിക്കുന്നുണ്ട്. ആൻഡ് നമ്മൾ ആ കൺസീലർ കുറച്ച് നേരം വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്തതുകൊണ്ട് തന്നെ ആ ഒരു ഫുൾ കവറേജ് ഫീലുണ്ട്. എന്നാൽ ഭയങ്കര പുട്ടിയടിച്ച ഫീലില്ല, കാരണം നമ്മൾ ഫൗണ്ടേഷൻ അതനുസരിച്ച് കുറച്ചാണ് അപ്ലൈ ചെയ്തത്. പിന്നെ ഓഫ് കോഴ്സ് ആ ഒരു ബ്ലഷും സ്റ്റോപ്പ് ക്രീമും കൂടെ മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്തുകൊണ്ട് ആ ഒരു ബ്ലഷിന് ആ ഒരു ഗ്ലോയി ബ്ലഷ് ഫീല്. സോ എന്തായാലും സാരിയൊക്കെ കൊടുത്തൊരുങ്ങുമല്ലേ, അപ്പോൾ ഈ ഒരു കമ്മലും കൂടെ ഒക്കെ ഇട്ട് അതങ്ങ് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച്. ഞാൻ ശരിക്കും ഇങ്ങനെ എക്സസറൈസ് ചെയ്യുന്നതിൽ ഭയങ്കര ബാക്കിലോട്ടാണ്. എനിക്കെന്തോ അതിലൊന്നും വലിയൊരു മേക്കപ്പ് ചെയ്യും അത്ര തന്നെ, പക്ഷേ ഇങ്ങനെ കമ്മൽ ഇതിൻ്റെ കൂടെ കറക്റ്റ് മാല വള ഇതൊക്കെ ഞാൻ കുറവാണ്. ഞാൻ അധികം അങ്ങനെ ഒന്നും യൂസ് ചെയ്യാറില്ല.
പക്ഷെ ശരിക്കും നമ്മൾ അങ്ങനെ കറക്റ്റായിട്ട് എക്സസൈസ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന ഒരു മേക്കപ്പിനും ആയിട്ടേക്കുന്ന ഒരു ഡ്രസ്സിനും ഒക്കെ ഒരു കറക്റ്റ് ഒരു ഭംഗി വരത്തുള്ളൂ. മൊത്തത്തിൽ മേക്കപ്പും ഡ്രസ്സും എല്ലാം ഭംഗി വരണമെങ്കിൽ കറക്റ്റായിട്ട് എക്സസൈസ് ചെയ്യണം. സോ എനിക്ക് തോന്നുന്നു ഒരു പൊട്ടും കൂടെ വെച്ചാൽ നല്ലതായിരിക്കും അല്ലേ? സോ അപ്പോൾ നമുക്ക് പൊട്ടും കൂടെ വെച്ച് കൊടുക്കാം. ശരിക്കും പൊട്ട് വെച്ചപ്പോൾ ഭംഗി കുറച്ചും കൂടെ കൂടി. സിമ്പിളായിട്ട് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയൊരു ലുക്കല്ലേ? അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ റിവ്യൂസ് എല്ലാം പറയണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.